ഹായ്, ഏത്രയാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു ചാനൽ തുടങ്ങി അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഉള്ള ഉത്തരം ഇതിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഓടിപ്പോയി എല്ലാവരും വീഡിയോ കണ്ട് ആദ്യം വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒരു ഹൈപ്പും കൂടെ തന്ന് എല്ലാവരും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വായോ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം, ചാനൽ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം, തുടങ്ങിക്കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബർ കൂടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് കൂടാൻ എന്ത് ചെയ്യണം, അതൊക്കെയുള്ള അറിയാനുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ചാനൽ തുടങ്ങി അതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് പേര് കണ്ടുപിടിക്കണം. നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന എന്താണോ കണ്ടൻറ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പേരിടാം, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയെ ബന്ധപ്പെട്ട പേരിടാം. ഈ പേരിലായിരിക്കും പിന്നീട് നമ്മൾ യൂട്യൂബിൽ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ അതിന് കണക്കായിട്ടുള്ള ഒരു പേര് നിങ്ങൾ കണ്ടുപിടിക്കുക. ആ പേര് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ, എന്താണ് കണ്ടൻറ് എന്ന് പിന്നെ തീരുമാനിക്കണം. ആ കണ്ടൻറ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓൺലൈൻ ബിസിനസ് ഉണ്ട് ഇപ്പം, അല്ലെങ്കിൽ കിച്ചണാണ്, ഒരു ഫുഡിൻ്റെ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്, അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവാം, എന്തും ആവാം. നമ്മൾ വീട്ടിലുള്ള കുട്ടികളെ വെച്ചിട്ട് അവരുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ അവരുടെ ഓരോ ദിവസം അവർ വളർന്നു വരുന്നതൊക്കെ അല്ലേ, ഓരോ ദിവസം അതിനെക്കുറിച്ചൊക്കെ ആവാം. അല്ലെങ്കിൽ ചിലർ ഫാമിലി കാര്യങ്ങളാവാം, ചിലർ റിയാക്ഷൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിതിൽ ഉണ്ട്. നമ്മളതൊന്ന് തിരഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു 3-4 ഷോർട്സ് ഇടണം. ഷോർട്സ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഗുണങ്ങളുണ്ട്, ഏറെയാണ്. ഷോർട്സ് ഇട്ടാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വഴിയുള്ളൂ. അപ്പോൾ എത്രയും ഈ ഷോർട്സിലൂടെയാണ് നമുക്ക് അധികവും സബ്സ്ക്രൈബേഴ്സ് നമ്മളിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല സോങ്ങുകൾ, പിന്നെ നമുക്ക് യൂട്യൂബ് അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇത് വേറെ ആരെങ്കിലും നമ്മളൊരു സോങ് എടുക്കുന്ന സമയത്ത് ഇത് വേറെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് അപ്പം നമ്മളിടുന്ന ഷോർട്സ് യൂട്യൂബ് ഇത് നമുക്ക് അനുവദിച്ചിട്ടുണ്ടോ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചിലത് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ ഈ കുട്ടികൾക്കുള്ള ചാനലാണെങ്കിൽ കുട്ടികളുടെ പേരിലാണ് ഉള്ള ചാനൽ നമ്മൾ റെഡിയാക്കിയതെങ്കിൽ സെറ്റാക്കിയതെങ്കിൽ ആ കുട്ടികളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതിന് യാതൊരു തെറ്റുമില്ല. നമുക്കും അവർക്കും ചെയ്യാം, കുട്ടികളുടെ കൂടെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലൈവ് ആണെങ്കിലും ഒക്കെ നമുക്ക് കുട്ടികളുടെ കൂടെ ചെയ്യാം. പക്ഷേ നമ്മുടെ ചാനലാണെങ്കിൽ ആ കുട്ടിയെ മാത്രം അതിൽ കാണിക്കുന്നതുകൊണ്ട് ചാനൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, ചാനൽ യൂട്യൂബ് എടുത്തു കളയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാനൽ തുടങ്ങുന്ന ആരുടെ പേരിലാണ് ഇത് തുടങ്ങുന്നുള്ളൊരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കുട്ടികളെ കാണിക്കാൻ പാടില്ല, ബ്ലഡ് കാണിക്കാൻ പാടില്ല, ഇതൊക്കെ നമ്മുടെ പേരിലാണ് ചാനൽ തുടങ്ങുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഇടയ്ക്കൊരു വീഡിയോസ് ഒക്കെ ഇടാം. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് 50 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് ലൈവ് ഓപ്ഷൻ ഓണാക്കാമായിരുന്നു. ലൈവ് ഓപ്ഷൻ ഓണാക്കി അത് റെഡിയായി സെറ്റാക്കി എടുക്കാം. പക്ഷേ ഇപ്പോൾ ചില ചാനലിനൊക്കെ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈവ് ഓപ്ഷൻ ഓണാകുന്നുള്ളൂ. അങ്ങനെ ആ ലൈവ് ഓപ്ഷൻ ഓണായതിന് ശേഷം നമുക്ക് ലൈവ് ഇട്ട് തുടങ്ങാം. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ലൈവ് ഇടാം. അതിന് ഒരു നിബന്ധനയില്ല. നിങ്ങൾക്ക് ലൈവ് ഇടാം. ഈ ലൈവിൽ കയറുന്ന എല്ലാവരും നമ്മളെ സബ് ചെയ്യണമെന്നില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നില്ല. ലൈവിൽ കയറുന്ന നമുക്ക് ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബറേയും കിട്ടാം, സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് എന്തും കിട്ടാം, വ്യൂസ് കിട്ടും. ആ വ്യൂസും കിട്ടും. അപ്പോൾ നമുക്ക് 100 സബായതിന് ശേഷം നമുക്ക് 100 സബായാൽ നമുക്ക് ലൈവ് ഇട്ട് തുടങ്ങാം. ഓക്കെ, അതിനുശേഷം ഈ ലൈവ് ഇട്ട് തുടങ്ങി. അപ്പോൾ നമുക്കിനി വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. എങ്കിലേ നമ്മുടെ ചാനൽ
ആകാൻ പറ്റുള്ളൂ. മോണിറ്റൈസേഷൻ ആയി കിട്ടണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കൊരു വീഡിയോ ഇടുക, ലൈവ് ഇടുക, ഷോർട്സ് ഇടുക. ഇത് മുടങ്ങാതെ നമ്മുടെ ചാനലാണ്, നമ്മുടെ ജോലിയാണെന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കൂടുതൽ എൻഗേജ്ഡ് ആവണം. നമ്മൾ എത്രത്തോളം അതിനോട് നമ്മൾ എത്രത്തോളം നമ്മളതിൽ കഷ്ടപ്പെടുന്നോ അതിനുള്ള ഏണിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമ്മൾ മറ്റുള്ള ആളുകളെ നമ്മൾ സബ് ചെയ്തവരെ അല്ലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈവുകളിലൊക്കെ പോയി അവരെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് അവർ നമ്മളെ ഫ്രണ്ടായി, അങ്ങനെ നമ്മൾ അവരെ ഫ്രണ്ടായി, അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി എടുക്കാൻ പറ്റും. ഷോർട്സിലൂടെയും അവരെ ലൈവുകളിൽ പോയി പുതിയ കൂട്ടുകാരെ കണ്ടു ഒക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി എടുക്കാൻ പറ്റും, നമുക്ക് കൂടുതലായി ലഭിക്കും. അതിനുശേഷം നമുക്ക് വാച്ച് അവർ ആക്കണം. വാച്ച് അവർ ആകണം എന്നുദ്ദേശിക്കുന്നത് 4000 വാച്ച് അവർ വേണം. നമ്മുടെ ഷോർട്സോ വീഡിയോസോ 4000 മണിക്കൂർ അവർ കാണണം. അതായത് മൊത്തത്തിൽ നമ്മുടെ ലൈവ് ഷോർട്സ് വീഡിയോസ് അത് 4000 മണിക്കൂർ അവർ നമ്മുടെ വ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറുന്ന വ്യൂസ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 4000 മണിക്കൂർ തികയും. ഈ 1000 സബ്സ്ക്രൈബർ മാത്രം ഉണ്ടായതുകൊണ്ട് മോണിറ്റൈസേഷൻ ആവാൻ പറ്റില്ല. ഈ 4000 മണിക്കൂർ കൂടി ഉണ്ടാവണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്സും വീഡിയോസും ഈ ലൈവും കൂടി ചെയ്യുന്നത്. ഞാനൊക്കെ ലാസ്റ്റ് ഘട്ടമൊക്കെ വന്ന സമയത്ത് 3-4 പ്രാവശ്യമൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ലൈവ് ഇട്ട് വീഡിയോസ് ഇട്ട് ഷോർട്സ് ഇട്ട് അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊക്കെ അപ്പോൾ എന്താണ് നമ്മുടെ വ്യൂസ് കുറയുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഷോർട്സ് ഇടുകയും നമ്മുടെ ലൈവുകൾ നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമ്മൾ വ്യൂസിൽ കുറയും. അത് ഇന്ന് മടി പിടിച്ച് ഇന്ന് കഴിയല്ല നാളെ ഇടാമെന്ന് വെച്ചാൽ നമ്മൾ കൃത്യ ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ ലൈവ് ആരംഭിക്കുകയും നമ്മുടെ ഷോർട്സ് ഇടുന്നതും വീഡിയോസ് ഇടുന്നതൊക്കെ കൃത്യ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു ചെറിയ കുഞ്ഞിനെ വെച്ചാണ് എൻ്റെ ചാനൽ തുടങ്ങിയത്. ഒരു ചെറിയ മോനായിരുന്നു എൻ്റെത്. അപ്പോൾ അവനെ വെച്ച് എനിക്ക് ഈ ചാനൽ ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും കഴിയും. നമ്മൾ കഷ്ടപ്പെടുക, നമ്മൾ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക, നമുക്ക് വിജയിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് നമ്മൾ കരുതി. പിന്നെ നമ്മൾ ചാനലിൽ പല രീതിയിലുള്ള എതിർപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത് സോഷ്യൽ മീഡിയ ആണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എല്ലാവർക്കും നമ്മളിടുന്ന ഷോർട്സിനും വീഡിയോസിനോ നമ്മുടെ ലൈവിനോ ഒരേ അഭിപ്രായം ആയിരിക്കില്ല. നമ്മളെ സംസാര രീതിക്കും ഒക്കെ പല അഭിപ്രായങ്ങൾ, 100 ആളുണ്ടെങ്കിൽ 100 അഭിപ്രായം ആയിരിക്കും വരിക. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാവണം. പിന്നെ നമ്മുടെ ജോലിയാന്ന് കണ്ട് നമ്മൾ അധിക സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും നമുക്ക് കൂടുതൽ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ, ഒരു 3000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഹാഫ് മോണി ആവും. ഹാഫ് മോണി ആയതിനു ശേഷം ഈ 1000 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറും കൂടി ആയാൽ നമുക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് അതുകൊണ്ട് ചിലർ 4000 ആവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കും. അത് വെറുതെയാണ്. കാരണം 4000 ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഡോളറും കൂടി കുറച്ച് കൂടുതലായി കയറും. അപ്പോൾ അതിന് നല്ലത് 3000 വാച്ച് അവർ ആകുന്ന സമയത്ത് തന്നെ നമുക്കത് മോണിറ്റൈസേഷന് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. $10 ആകുന്ന സമയം, അപ്പം നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് പിന്നെ ഡോളർ കയറാൻ തുടങ്ങും. ഈ ഡോളർ കയറാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഡോളർ കയറുമ്പോൾ നമുക്ക് $10 ആയി കഴിഞ്ഞാൽ നമുക്ക് പിൻ നമ്പർ കിട്ടും. ഈ പിൻ നമ്പറിന് നമ്മൾ അപ്ലൈ ചെയ്യണം. പിൻ നമ്പർ നമുക്ക് ഈ ലൈവ് ഇടുന്ന സമയത്ത് തന്നെ പരമാവധി ആളുകളോട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് ചാനൽ പിന്നെ ലൈക്ക് അടിക്കുന്നതിനും കമൻ്റ് ഇടുന്നതിനും പിന്നെ നമുക്ക് പിന്നെ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓണാവും. പിന്നെ മെമ്പർഷിപ്പ് ഓണാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പൊക്കെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും ഉള്ളതാണ്. അവരോടത് നമ്മൾ പറഞ്ഞ് ഓർമ്മിപ്പിക്കുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സൂപ്പർ ചാറ്റ് എടുക്കണേ, ഒന്ന് മെമ്പർഷിപ്പ് എടുക്കണേ. അപ്പോൾ അവരുടെ നമ്മളുടെ ചാനലിൽ നമ്മളെ ഇഷ്ടപ്പെട്ട്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട്, നമ്മുടെ കണ്ടൻറ് ഇഷ്ടപ്പെട്ട് വരുന്ന അവരോട് അവരുടെ ഒരു ഇതും കൂടി നമുക്ക് നമ്മുടെ ഒരു ഏണിങ്സിലേക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് ലഭിക്കും.
അപ്പോൾ ആ ഒരു പിന്നെ എന്താ അങ്ങനെ നമ്മൾ വീണ്ടും, അതായത് നമുക്ക് ഈ മോണി ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ സമയമാണ് കേട്ടോ. ഏത് വർഷം എപ്പോഴാണോ തുടങ്ങിയത്, ഈ ജനുവരി തുടങ്ങിയ പിറ്റത്തെ ജനുവരി ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും തേക്കണം. എങ്കിലേ നമുക്ക് ആ മോണിറ്റൈസേഷൻ എന്ന കടമ്പ കഴിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വാച്ച് അവർ ആദ്യം മുതലേ തുടങ്ങണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആകണം. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡോളറും കയറണം. ഈ ഡോളറും $100 തയ്ക്കണം, നമ്മളൊരു വർഷത്തിനുള്ളിൽ തന്നെ തയ്ക്കണം. അപ്പം നമുക്ക് എന്താ നമ്മുടെ കണ്ടൻറ്റ് ബേസാണ്. ആൾക്കാരെന്ത് നമ്മുടെ ഈ വീഡിയോയിൽ എന്ത് കാണുന്നു, അവരിതിൽ നിന്ന് എന്ത് തിരഞ്ഞെടുക്കുന്നു, അവർക്ക് ഇതിലെന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്, അതനുസരിച്ചാണ് നമുക്ക് ഡോളർ കയറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഷോർട്സൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ. ആൾക്കാർ എന്തെങ്കിലും അവർ ടെൻഷനൊക്കെ ആയിരിക്കുമ്പോഴാണ് വേഗം ഒന്ന് ഫോൺ എടുത്തങ്ങ് നോക്കുക. അപ്പോൾ ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ആലോചിക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അറിയാനുള്ളൊരാഗ്രഹം, ഇതൊക്കെ വരുന്നതാണ് നമ്മളെ വീഡിയോസ് ഇതിനൊക്കെ ഉള്ളതായിരിക്കണം. അപ്പോൾ പിന്നെ ആരുമായിട്ടും ഒരു വ്യക്തിബന്ധം പരമാവധി സൂക്ഷിക്കാതിരിക്കുക. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. വ്യക്തിബന്ധം ആരുമായിട്ട് സൂക്ഷിക്കാതിരിക്കുക. അത് നമുക്ക് ഭാവിയിലേക്ക് വലിയ നമ്മുടെ ചാനൽ പിന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന പോലെയും നമുക്ക് അവർ ഷോർട്സ് ഇടുക, അവർ വീഡിയോസ് ഇടുക, അല്ല അവരുടെ ലൈവ് ഉണ്ടാകുക, നമ്മൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, തിരിച്ച് വരിക. അല്ലാതെ വ്യക്തിബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല കേട്ടോ. ഇത് നമ്മളാണ്, നമ്മുടെ ചാനലാണ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ കഷ്ടപ്പെടുന്നു, നമ്മൾ ഇതിലിടുന്നു, എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നതൊക്കെ ഞാനൊക്കെ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചാനലിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ചാനൽ പിന്നെ പേര് കണ്ടുപിടിക്കുക, അതിനുശേഷം എന്താണ് കണ്ടൻറ്റ് എന്ന് കണ്ടുപിടിക്കുക, അതിനുശേഷം സബ്സ്ക്രൈബർ 100 ആക്കുക, അപ്പോൾ ലൈവ് ഇടുക, ലൈവ് ഓപ്ഷൻ തുടങ്ങുക, അതിനുശേഷം എല്ലാ ദിവസവും 3 ഷോർട്സ് ചെയ്ത് എല്ലാ ദിവസവും ചാനൽ തുടങ്ങിയതിന് ശേഷം ഇടുക. അതിനുശേഷം വാച്ച് അവർ 3000 വാച്ച് അവർ വേഗം തന്നെ ആക്കുക. 1000 സബ്സ്ക്രൈബർ 3000 വാച്ച് അവർ ആയതിനു ശേഷം മോണിക്ക് കൊടുക്കുക. ഹാഫ് മോണിയായിട്ട് മോണി സെറ്റ് ചെയ്യുക. അപ്പോൾ പിൻ നമ്പർ കിട്ടുക. നമ്മൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാം, സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എടുക്കാൻ പറയുക. അങ്ങനെ 4000 വാച്ച് അവർ ആക്കുക. 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ആകുന്ന സമയത്ത് നമ്മൾ ഒരു യൂട്യൂബറായി. അത് ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബിനെ അഡോപ്റ്റ് അല്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. യൂട്യൂബ് അംഗീകരിക്കാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. യൂട്യൂബിന് ചില കോപ്പിറൈറ്റുള്ള വീഡിയോസ് ഉണ്ട്, ചില സോങ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും ധൈര്യമായിട്ട് ചാനൽ തുടങ്ങിക്കോ. ഒന്നുമില്ല, നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ഇടാലോ. എല്ലാവരും തുടങ്ങിക്കോ ചാനൽ. നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല, നിങ്ങളൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. എവിടെ എത്തിച്ചേരാനാ, ചാനൽ കൊണ്ട് എന്ത് ചെയ്യാനാ, നിങ്ങൾക്കൊക്കെ ഒരു ചാനൽ ഇടാനോ, അതെന്ത് ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആൾക്കാർക്കല്ലേ, നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് കഴിയുമോ എന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ ഒരു ചാനൽ തുടങ്ങി പൂർവാധിക ശക്തിയോടുകൂടെ തന്നെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അതിന് ഏണിങ്സ് മേടിക്കുക. എനിക്കതാ പറഞ്ഞത്, സത്യസന്ധമായിട്ട് നമ്മൾ നിൽക്കുക. അതാണ് ഏറ്റവും വലുത്. സത്യസന്ധമായിട്ട് നിന്ന് നമ്മളിതിനോട് പൊരുതി ജയിക്കുക. എനിക്ക് പറ്റും, എനിക്കിത് സാധിക്കും, എനിക്കിതിൽ നിന്ന് വരുമാനം മേടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ദൃഢപ്രതിജ്ഞ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്നൊരു ഏണിങ്സ് വാങ്ങാൻ കഴിയും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഓടിപ്പോയി ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി എനിക്ക് രേഖപ്പെടുത്തണം. ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നാൽ ആ പോയിൻ്റ് കൂടെ തരാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.